പറയട്ടെ ഓക്കെ. അവസാനം. ഓ ഓക്കെ, വിദ്യാവീതിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേറ്റിട്ട് കാറ്റഗറി 1-2 എക്സാം ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞു. എല്ലാവർക്കും ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. പഠിപ്പിച്ച പോർഷനിൽ നിന്നായിരുന്നു ഒരു 95% ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാറ്റഗറി 1-ന്റെ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാൻ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കുട്ടിയുടെ വികസനത്തിന്റെ എല്ലാ വശങ്ങളും മൂല്യനിർണ്ണയം നടത്തുന്നു. ഈ മൂല്യനിർണ്ണയ പ്രക്രിയ അറിയപ്പെടുന്നത്, നമ്മൾ പഠിപ്പിച്ചപ്പോ പറഞ്ഞതാണ് എല്ലാ വശവും സമഗ്രം. അപ്പൊ നിങ്ങൾ ഉടനെ ഓർത്തിരിക്കുക, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. കറക്റ്റ് ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയവുമാണ് അതിന്റെ കറക്റ്റ് ആൻസർ. നന്നായി പാട്ടും നൃത്തവും ചെയ്യുന്ന ഒരു കുട്ടി ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ച് ഏതൊക്കെ ബുദ്ധിയാണ് കുട്ടിക്കുള്ളത്? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, പറഞ്ഞതാണ്. ഭാഷാപരവും സ്ഥലപരവും സംഗീതപരവും ശാരീരിക ചലനപരവും. അപ്പം പാട്ടെന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം സംഗീതപരവും, നൃത്തം ശാരീരിക ചലനമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, അധ്യാപകൻ ക്ലാസ്സിലെ ഒരു ഗൂഢപ്രശ്നം ചോദിച്ചപ്പോൾ എല്ലാ കുട്ടികളും അതിന്റെ ഉത്തരം ആലോചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒരു കുട്ടി പെട്ടെന്ന് അതിന്റെ ഉത്തരം പറഞ്ഞു. ഇത് ഏത് പഠന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? വാചിക പഠനം, അന്തർലീന പഠനം, ഉൾക്കാഴ്ച പഠനം, അല്ലെങ്കിൽ ആശയ പഠനം? അപ്പൊ ഞാൻ നമ്മുടെ ഗസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ നമ്മുടെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച പഠന സിദ്ധാന്തത്തിൽ നമ്മുടെ സുൽത്താൻ ചിമ്പാൻസി എന്താണ് ആ പരീക്ഷണത്തിൽ ഒരിടത്ത് ചെന്നിരുന്ന് പെട്ടെന്ന് അവൻ എന്താണ് ഒരു ഐഡിയാസ് ഉണ്ടായി. അതിനെയാണ് നമ്മൾ ഉൾക്കാഴ്ച എന്ന് ഞാൻ അന്ന് പറഞ്ഞു തന്നു. അപ്പം ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഉൾക്കാഴ്ച പഠനമാണ് ഇതിലെ കറക്റ്റ്. കാരണം പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ് എന്നാണ് അതിനെ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു മിന്നൽ പോലെ നമ്മളിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ആശയമോ രൂപപ്പെടുന്നുവെങ്കിൽ അതിന് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്, വായന ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുട്ടിക്ക് താഴെ പറയുന്നവയിൽ ഏത് രീതി സ്വയം തിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും? ഇപ്പം വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം സ്വന്തമായിട്ട് വായിക്കാൻ പഠിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ റെക്കോർഡർ, ഇത് കേട്ടുകൊണ്ടേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അപ്പം ആ ഓപ്ഷൻ അല്ല. ഫ്ലാഷ് കാർഡ് എന്ന് വെക്കുമ്പോൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കും പിന്നെ മാറ്റും. അപ്പൊ അത് ഒരിക്കലും കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ സ്വയം തിരുത്തുന്നതിന് ഉപയോഗിക്കാൻ പറ്റൂല. മാച്ചിങ് കാർഡ് എന്ന് വെച്ചാല് ഇപ്പൊ ഈ ഒരു കുട്ടി എഴുതിയിട്ട് അത് കറക്റ്റ് ആണോ എന്നുള്ള ഇത്. ഇപ്പോ കറക്റ്റ് ഒരു വാക്കിന് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പ്രശ്നം എന്ന് എഴുതിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാർഡ് എടുത്ത് നോക്കും. അപ്പൊ ഇതില് എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമെന്ന് കുട്ടിക്ക് അത് തിരുത്താൻ പറ്റുന്നു. പിന്നെ പദപ്രശ്നം, പസിൽസ്. അപ്പം ഇതില് കറക്റ്റ് ഓപ്ഷൻ എൻ്റെ അഭിപ്രായത്തില് സി ആണ്, മാച്ചിങ് കാർഡ്. കാരണം കുട്ടി ഒരു പദം എഴുതിയതിന് ശേഷം അത് ശരിയോ തെറ്റോ എന്ന് നമ്മുടെ കറക്റ്റ് എഴുതി അതിൽ നോക്കിയിട്ട് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന എന്താണ്, എഴുതുന്നതായാലും വായിക്കുന്നതായാലും കറക്റ്റ് ആണോ എന്നുള്ള ഒരിത് അറിയാൻ സാധിക്കുന്നു. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ടീച്ചർ ക്ലാസ്സിൽ ഒരു പുതിയ പ്രശ്നം നൽകിയപ്പോൾ ഒരു കുട്ടിക്ക് അത് പരിഹരിക്കാൻ സാധിച്ചില്ല. കാരണം അവൻ അല്ലെങ്കിൽ അവൾ മുൻപ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിച്ച അതേ മാനസിക പ്രവർത്തനങ്ങളാണ് പ്രശ്ന പരിഹാരത്തിന് ഉപയോഗിച്ചത്. പ്രശ്ന പരിഹാരത്തിലെ തടസ്സത്തിന്റെ പേരെന്താണ്? അപ്പൊ പണ്ടേ കുട്ടിയെ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഒന്നും അതിനെ സോൾവ് ചെയ്യാൻ ആരും സപ്പോർട്ട് ചെയ്തില്ല. അപ്പം ഇപ്പോഴും ആ കുട്ടിക്ക് എന്താണ്, അതിന് ഒരു തടസ്സമാണ് ഉണ്ടായത്. അപ്പം അതിൽ കറക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്, പ്രചോദനം, മോട്ടിവേഷൻ ആണ് കൊടുക്കേണ്ടത്. അന്ന് കുട്ടിക്ക് ആ ഒരു മോട്ടിവേഷൻ കൊടുത്തെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ആ പരിഹാരത്തെ. അല്ലാതെ മെന്റൽ സെറ്റോ മാനസിക ചട്ടക്കൂടോ യുക്തിചിന്തയോ ക്രിയാത്മകതയോ ഒന്നും അല്ല ഇവിടെ. പ്രചോദനമാണ് ആൻസർ. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകന് അപ്പൊ ക്ലാസ് മുറിയിലായാലും കളിസ്ഥലത്തായാലും നമുക്ക് ഇന്റർവ്യൂ അഭിമുഖം നടത്താൻ പറ്റില്ല, മനഃശാസ്ത്ര ടെസ്റ്റ് പറ്റില്ല. അപ്പം നിരീക്ഷണം വഴിയാണ്. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ.
അടുത്തത് LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, യൂണിവേഴ്സൽ ഗ്രാമർ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം ആരാണ് നോം ചോംസ്കി. നമുക്കത് അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. LAD അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നോം ചോംസ്കിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. നോം ചോംസ്കി. അടുത്ത, പരിശീലനം കൊണ്ട് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റം. അത് പരിശീലനം കൊണ്ട്, അതാണ് പരിശീലനം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു വ്യക്തിയുടെ മാറ്റത്തിലുണ്ടാകുന്ന സ്ഥിരമായ മാറ്റം. സ്ഥിരമായ മാറ്റം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം ഒരിക്കലും വരില്ല. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ചലനാത്മകമാണ്, മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബുദ്ധി എന്ന് പറയുന്നത് പെരുമാറ്റം, അതുമായിട്ട് ഒരു ബന്ധവുമില്ല, അഭിരുചിയും ബന്ധവുമില്ല. അപ്പൊ ഓപ്ഷൻ കറക്റ്റ് എന്ന് പറയുന്നത് പഠനമാണ്. അപ്പൊ പരിശീലനം കൊണ്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പെരുമാറ്റത്തിന്റെ താരതമ്യേന സ്ഥിരമായ മാറ്റത്തെ ലേണിംഗ് എന്നാണ്, പഠനം എന്നാണ്. അതൊരു പെർമനന്റ് ചേഞ്ച് ആണ്. വ്യക്തിത്വം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഇന്നത്തെ സ്റ്റൈല് മാറ്റി നമുക്ക് നാളെ വേറൊരു സ്റ്റൈലാക്കാം. അപ്പൊ അതാണ് വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായത് അല്ല. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടിക്ക് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ഇത് ഏത് തരം പഠന? അത് നമുക്കറിയാം അല്ലേ? കാൽക്കുലിയ, ഡിസ്കാൽക്കുലിയ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത്, അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കാത്തത് എന്ന് ഒരു കുട്ടി പരാതി പറയുന്നു. ഇവിടെ കുട്ടി ഏത് പ്രതിരോധ തന്ത്രമാണ് ഉപയോഗിച്ചത്? അപ്പം അസുഖം കാരണമാണ്, അത് നിഷേധിക്കുകയാണ്. എനിക്ക് മാർക്ക് കിട്ടാത്തത് അസുഖം കൊണ്ട് എന്ന് കുട്ടി എന്ത് ചെയ്യാണ്? അവിടെ എന്ത് ചെയ്യാണ്? നിഷേധിക്കുകയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇപ്പൊ ഞാൻ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയപ്പം ഓപ്ഷൻ ബി, നിഷേധ അല്ലെങ്കിൽ ഡിനയൽ അല്ലെങ്കിൽ ഒട്ടപക്ഷിയുടെ ഒട്ടപക്ഷി രീതി, അതാണ്. കാരണം ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യാതെ അതിന് പകരം വേറെ എന്തൊക്കെ പറഞ്ഞ് അവിടെ ന്യായീകരിക്കുന്നത്, അതാണ് നിഷേധം എന്ന് പറയുന്നത്. അടുത്തത്, തന്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് നൃത്തം ചെയ്യാൻ അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കിയ രക്ഷകർത്താവ് അവനെ അല്ലെങ്കിൽ അവളെ നൃത്തം അഭ്യസിപ്പിക്കുകയും ആ മേഖലയിൽ വളരെ പ്രശസ്തി കൈവരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ? അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, അച്ഛനും അമ്മയ്ക്കും കുട്ടിക്ക് നൃത്തം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അച്ഛനും അമ്മയും മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ അതിന് വേണ്ടിയിട്ട് പ്രാപ്തനാക്കി. അപ്പം ഇതില് പാരമ്പര്യവും വൈകാരികം ഒരിക്കലും വരൂല. പാരമ്പര്യവും പാരിസ്ഥിതികമാണ് ഇതിലെ കറക്റ്റ് ആൻസർ. വൈകാരികവും സാമൂഹികവും വരും, പക്ഷെ വൈകാരികം വരൂല. ഇതിൽ സാമൂഹികവും സാംസ്കാരികം. അപ്പൊ പാരമ്പര്യമായിട്ട് ഇവിടെ ഒരു ബന്ധവുമില്ല. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പാരമ്പര്യവും പരിസ്ഥിതിയുമാണ് ഒരു കുട്ടിയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വിദ്യാർത്ഥി ആദ്യം പൊതുവായ വസ്തുക്കൾ പഠിക്കുകയും പിന്നീട് പ്രത്യേകമായ വസ്തുക്കളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് ഏത് തരം യുക്തിചിന്തയാണ്? ഇപ്പൊ അത് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പം ഡിഡക്റ്റീവ് ആണ് കറക്റ്റ് ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ. കാരണം പൊതുവായ വസ്തുവിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്പെസിഫിക്കിലോട്ട് പോകുന്നത് ഡിഡക്റ്റീവും, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ജനറൽ ആയിട്ടുള്ളതിൽ പോകുന്നതിൽ ഇൻഡക്റ്റീവും ആണ്. അടുത്ത്, ഡൈവേർജന്റ് ചിന്തയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. കുട്ടി ഒരു പരിഹാരം മാത്രം കണ്ടെത്തുന്നു. ഡൈവേർജന്റ് തിങ്കിങ്ങിൽ ഒരു പരിഹാരമല്ല, ഒരു പ്രശ്നത്തിന് ധാരാളം പരിഹാരമാണ്. അപ്പൊ കുട്ടിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതും കറക്റ്റ് അല്ല. കുട്ടി സങ്കീർണമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു, ഇത് ശരിയാണ്. കുട്ടി പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കുന്നു, ഇതും ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ സിയും ഡിയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ സിയും ഡിയും ഇല്ലാത്തതുകൊണ്ട് അവരെങ്ങനെയാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, സിയും ഡിയും ആണ് ഇതിന് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത 14ാമത്തതാണ്, പ്രവർത്തിച്ച് പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം. പ്രവർത്തിച്ച് പഠിക്കുക എന്നതിലൂടെ, അപ്പം സെൽഫായിട്ട് കുട്ടി എന്ന് വെച്ചാൽ ആരുടെയും ഇപ്പൊ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. കുട്ടികളുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് അങ്ങനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരമ്പരാഗത രീതി,
ജീവിത കേന്ദ്രീകൃതം, വിദ്യാർത്ഥി കേന്ദ്രീകൃതം പാഠ്യപദ്ധതി. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ, വിദ്യാർത്ഥി കേന്ദ്രീകൃതം. കാരണം അവിടെ വിദ്യാർത്ഥിക്കാണ് പ്രാധാന്യം, അവരുടെ താല്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും അനുസരിച്ച് അവരെ പ്രവർത്തിച്ച് പഠിപ്പിക്കുക. താഴെ പറയുന്നവൽ സെഫാലോകോഡൽ തത്വവുമായി ബന്ധപ്പെട്ടത് ഏത്? അത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രോത്തിൽ വരുന്നതാണ്, ഗ്രോത്തും ഡെവലപ്മെന്റിൽ വരുന്നതാണ്. അപ്പം അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന വികാസം തല മുതൽ കാല് വരെ. അപ്പൊ തലയിൽ നിന്ന് പാദത്തിലോട്ടാണെങ്കിൽ അതിനെയാണ് സെഫാലോകോഡൽ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത, പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ യുക്തിപൂർവമായി ചിന്തിക്കുകയും അമൂർത്തമായി ചിന്തിക്കുകയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് തിങ്കിങ്? ഞാൻ പറഞ്ഞു അന്നേ പിയാഷയുടെ തിയറി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, വലിയ ആൾക്കാർ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്താലും നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ്, നമ്മുടെ പിയാഷയുടെ ലാസ്റ്റ് സ്റ്റേജായ എന്താണ്, ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ്. അപ്പൊ 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ് ഈ എന്താണ് ലോജിക്കൽ തിങ്കിങ്ങും അബ്സ്ട്രാക്ട് തിങ്കിങ്ങും എല്ലാം നടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഘടകം ഏതാണ്? പ്രായം, ആരോഗ്യം, ക്ഷമത, പ്രചോദനം. അപ്പൊ ഈ 3 ഓപ്ഷനും എന്താണ്? മാനസിക ഘടകമല്ല, അത് ശാരീരിക ഘടകമാണ്. അപ്പൊ പ്രചോദനം, മോട്ടിവേഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത, ബുദ്ധിമാനം 130 മുകളിലുള്ള കുട്ടികളെ, അത് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു. 130ഉം അതിന് മുകളിലുള്ളവരെ നമ്മൾ എന്തെന്നാണ് പ്രതിഭാശാലികൾ അല്ലെങ്കിൽ പ്രതിഭാധനൻ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏത്? അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. അവർക്ക് എല്ലായ്പ്പോഴും ഉയർന്ന ബുദ്ധിശക്തിയായിരിക്കും, അപ്പൊ അത് ശരിയല്ല. അടുത്ത്, മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കും, അത് കറക്റ്റാണ്. അവര് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കും. പിന്നെ അവർക്ക് അഭിലാഷവും എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ എന്താണ്, എന്തെങ്കിലും താറുമാറായ കുടുംബ ബന്ധങ്ങളൊക്കെ ആവുമ്പോൾ അവർക്ക് അംബിഷൻസ് ഒക്കെ കുറവായിരിക്കും. പിന്നെ മിക്ക കുട്ടികളും പ്രചോദനം, മോട്ടിവേഷനും കുറവായിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ ബി സി ഡി ആണ്. അപ്പോൾ ഏതാണ്? ബി സി ഡി. അപ്പോൾ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഡി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത്, ടീച്ചർ കുട്ടികളോട് താൻ പഠിപ്പിച്ച ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നാടകം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ ഏത് പഠന രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇത് ഞാൻ പറഞ്ഞു തന്നെയാണ്, ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡാണ് ഡ്രാമ, നാടകവൽക്കരണം. അപ്പോൾ നാടകം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡാണ് നാടകം. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്രവർത്തനാധിഷ്ഠിത പഠനം ആണ് നമ്മുടെ എന്താണ്, ഒരു ടീച്ചർ താൻ പഠിപ്പിച്ച ഒരു കഥ, പിന്നെ അതുപോലെ നമ്മുടെ ലൈഫിലെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ, അതെല്ലാം നമുക്ക് കുട്ടികളോട് അവതരിപ്പിക്കാൻ പറയുന്നതെല്ലാം ആക്ടിവിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ പ്രവർത്തനാധിഷ്ഠിത മെത്തേഡ് ആണ്. അടുത്ത്, പഠനം ഒരു സാമൂഹിക പ്രവർത്തനമാണ്. താഴെ പറയുന്നവയിൽ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എന്തല്ല? അപ്പൊ പഠനം കൊണ്ട് സഹകരണം അല്ലെ, സാമൂഹ്യ പ്രവർത്തനമാകുമ്പോൾ നമുക്ക് സഹകരണം കിട്ടും, വിശ്വാസം കിട്ടും, ബഹുമാനം. അപ്പൊ മുകളിൽ പറഞ്ഞതെല്ലാം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത്, ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിന് അവകാശത്തിനും വേണ്ടി 1995 അംഗീകരിച്ച നിയമം. ഞാനിത് ഇന്നലെ എഴുതി സാറിനെ ഇട്ടുകൊടുത്ത്, സാർ നിങ്ങൾക്ക് തന്നു കാണുമെന്ന് വിചാരിച്ചു. അതിലുള്ളതാണ്, PW ആക്ട് ആണ് കേട്ടോ. പിന്നെ എന്താണ്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അവർക്ക് വേണ്ടിയിട്ടാണ് 1995 പിന്നെ എന്താണ് നിയമം പാസ്സാക്കിയത്. ഓക്കെ, അപ്പൊ 22 ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ, പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു ഇത് 3 കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കണ്ടീഷനിൽ എന്താണ്, അനുബന്ധനം ചെയ്യാതെയാണ് കിട്ടുന്നത് ചോദകം. അപ്പം രണ്ടാമത്തെ ഇതിലാണെങ്കിൽ അനുബന്ധനം നടത്തി അതിന്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പം അനുബന്ധിത പ്രതികരണമാണ് കറക്റ്റ് ആൻസർ. എന്ന് വെച്ചാൽ ഒരു അനുബന്ധനം കൊടുത്ത് ഒരു പ്രതികരണമാണ് അവിടെ
കിട്ടുന്നത്. അപ്പം 23-ാമത്തത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു അനുബന്ധനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു? അനുബന്ധിതമായ പ്രതികരണമാണ് ഉണ്ടായത്. അടുത്ത, വൈകല്യത്തിന്റെ കാരണങ്ങൾ പാരമ്പര്യമോ പാരിസ്ഥിതികമോ ആകാം. വൈകല്യത്തിന് കാരണമാകുന്ന പാരിസ്ഥിതിക ഘടകം താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. പാരിസ്ഥിതിക എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ജീൻ എന്ന് പറയുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ല, ക്രോമസോം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ല, ഹോർമോണ് എൻവയോൺമെന്റൽ, അതെല്ലാം ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. രോഗങ്ങൾ വരുന്നത് നമുക്ക് എന്താണ്? എൻവയോൺമെന്റ് വഴിയും നമുക്ക് എന്താ രോഗങ്ങൾ വരാം. അപ്പൊ രോഗങ്ങളാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ, ലിംഗനിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഒരു ജെൻഡർ ന്യൂട്രൽ സ്കൂൾ എന്നാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, യൂണിഫോം തന്നെ ബോയ്സ് ഇടുന്ന അതേ രീതിയിലുള്ള യൂണിഫോമാണ് ഗേൾസിന്. അപ്പൊ ഇത് എന്താണ്? ഇതില് ലിംഗസമത്വമാണ്, ജെൻഡർ ഇക്വാലിറ്റി, എല്ലാവരും തുല്യരാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് 25-ന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ദെൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന എഴുതുക. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിനാണ് ഉപയോഗിക്കുന്നത്. ഗ്രേഡിംഗ് കുട്ടികളുടെ പ്രകടനം വിലയിരുത്താൻ സഹായിക്കുന്നു, അതും ശരിയാണ്. ഗ്രേഡിംഗ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ, അതും ശരിയാണ്. ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ മത്സരം ഉണ്ടാക്കുന്നു. അപ്പൊ ആ ഓപ്ഷനാണ് ഇതിൽ തെറ്റായിട്ട് വരുന്ന പ്രസ്താവന. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ 26 ഓപ്ഷൻ ഡി ആണ്. അടുത്ത്, മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമതായുള്ള തലത്തിൽ വിശദീകരിച്ചിട്ടുള്ള ആവശ്യം, ശാരീരിക ആവശ്യം എന്ന് പറഞ്ഞത് 1-ാമത്തതാണ്. ആദരിക്കപ്പെടാനെന്ന് പറഞ്ഞ 4-ാമത്തെ ആവശ്യമാണ്. അടുത്ത്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ആവശ്യം 3-ാമത്തതാണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സുരക്ഷിതത്വം എന്ന് പറഞ്ഞ 2-ാമത്തെ ആവശ്യമാണ്. അപ്പം ഈ 27-ല് മാസ്ലോ എന്ന് വെച്ചാൽ അതിനെ ഞാനൊരു ചെറിയ കോഡ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്നേഹിക്കാൻ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത്, വ്യക്തിത്വത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? അതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം അല്ലെ. വ്യക്തിത്വത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ്. ഓക്കെ, അടുത്ത, താഴെ പറയുന്ന മാർഗങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിജയിപ്പിക്കാൻ സഹായിക്കുന്ന രീതികൾ കണ്ടെത്തുക. അപ്പോൾ കുട്ടികളെ എന്തൊക്കെ രീതി വെച്ച് കുട്ടികളെ നമുക്ക് സ്കൂളിൽ എന്ത് ചെയ്യാം, പിന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് അധ്യാപന പഠന പ്രക്രിയ രസകരമാക്കുക അല്ലെ. ബോറടിക്കാതെ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള പഠന പ്രക്രിയ എന്ത് ചെയ്യുക, രസകരമാക്കുക. ഒഴിവു സമയം കുട്ടികൾക്ക് കുറച്ച് ബ്രേക്ക് കൊടുക്കുക. പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക. പഠനം അല്ലാതെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സമയം കൊടുക്കുക. സ്വയം പഠനത്തിനുള്ള അവസരങ്ങളും നൽകുക. അപ്പൊ ഇതെല്ലാം ഇതില് ഈ കുട്ടികളെ സഹായിക്കുന്ന രീതികളാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ്. ABCD എല്ലാം ഉള്ളതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ ലാസ്റ്റ് വൺ, ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടി വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായി അവതരിപ്പിക്കുന്നത്? അപ്പൊ വസ്തുക്കളെ മനസ്സിൽ എന്താണ്? രൂപങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. രൂപങ്ങളാവുമ്പം ബിംബന ഘട്ടമാണ്, ഐക്കോണിക് സ്റ്റേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജില് ഈ രണ്ട് A ഓപ്ഷനിലും B ഓപ്ഷനിലും ഉള്ളത് നമ്മുടെ എന്താണ്? ബ്രൂണറുടെ ഘട്ടം അല്ല. അപ്പൊ 2 ഘട്ടങ്ങളാണ്, പ്രതീകാത്മക ഘട്ടവും ബിംബന ഘട്ടവും. പ്രതീകാത്മക ഘട്ടത്തില് ഭാഷയാണ് പ്രാധാന്യം, ഭാഷയ്ക്കാണ് കുട്ടികൾ മനസ്സിൽ ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ബിംബന ഘട്ടത്തിൽ മനസ്സിൽ രൂപങ്ങൾക്കാണ്, ഇമേജസിനും പിക്ചേഴ്സിനും ഒക്കെയാണ് കൂടുതൽ രൂപങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ എന്താണ് ഈ അവരുടെ ആൻസർ കീ വരുമ്പം ചിലപ്പം എന്തെങ്കിലും വ്യത്യാസം വരാം. എന്നാൽ നിങ്ങളൊന്ന് നോക്കിക്കോ. താങ്ക് യു.